നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഇപ്പോൾ ന്യൂസുകളിൽ എവിടെയും ഇപ്പോൾ എമ്പുരാനാണ്. മുഖ്യമന്ത്രി പതിവില്ലാതെ ഒരു സിനിമ കാണാൻ പോകുന്നു, അതും എമ്പുരാൻ. RSS എമ്പുരാൻ ബഹിഷ്കരിക്കുന്നു. നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ എമ്പുരാൻ്റെ റേഞ്ച് എവിടെയാണെന്ന്. നാഷണൽ ചാനലുകളിലും എല്ലാം ഇപ്പോൾ എമ്പുരാനാണ് മയം, മൊത്തം എമ്പുരാനാണ്. അതായത് ഇപ്പോൾ എമ്പുരാൻ സിനിമയെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ വളരെ വിരളമാണ്. ഒരു പാർട്ടി ഒരു സിനിമ ബഹിഷ്കരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആ സിനിമയെക്കുറിച്ച് മുമ്പ് സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് അറിഞ്ഞിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസുകളിലും എല്ലാ സോഷ്യൽ മീഡിയകളിലും എല്ലാം എമ്പുരാനെ കുറിച്ച് വന്നിട്ട് ഈ സിനിമയുടെ റേഞ്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ സിനിമ ഇപ്പോൾ ഭയങ്കര ഹൈപ്പിലേക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരും എന്താണ് എമ്പുരാൻ, എന്താണ് ഒരു പാർട്ടി ഈ സിനിമ ബഹിഷ്കരിക്കുന്നത്, എന്തുകൊണ്ട് അത് ബഹിഷ്കരിക്കുന്നു, എന്താണ് അതിലുള്ള സീൻ എന്ന് നോക്കി സിനിമ കാണാൻ പോകുന്നവരുടെ എണ്ണം സത്യത്തിൽ കൂടും. ഇന്നലെ എമ്പുരാൻ സിനിമ 100 കോടി തികഞ്ഞു എന്ന് പറഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്നത് എമ്പുരാൻ 200 കോടി വളരെ ചെറിയ സമയത്തിനുള്ളിൽ നേടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പാർട്ടി ഒരു സിനിമ ബഹിഷ്കരിക്കുമ്പോൾ മറ്റു പാർട്ടിക്കാർ ആ സിനിമ കാണാൻ താല്പര്യപ്പെടും, അല്ലെങ്കിൽ ബഹിഷ്കരിച്ച പാർട്ടിക്കാർ തന്നെ എന്തുകൊണ്ട് അത് ബഹിഷ്കരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി വീണ്ടും ആ സിനിമ കാണാൻ പോകും. എന്തായാലും തിങ്കളാഴ്ച മുതൽ കട്ട് ചെയ്ത പാർട്ടാണ് വരിക എന്ന് പറയുന്നു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മറ്റു പാർട്ടിക്കാർ എല്ലാവരും സിനിമ കാണാൻ പോകുമെന്ന്. നിങ്ങൾ ഈ സിനിമ നിങ്ങളുടെ ആയി, അല്ലെങ്കിൽ ഈ പാർട്ടിക്കാർ RSSകാർ അവരുടെ ആയിട്ട് താരതമ്യം ചെയ്തതാണ് അവർ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വരെ ഒരു സിനിമ കാണാൻ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കേരള മുഖ്യമന്ത്രി ഇങ്ങനെ സിനിമ കാണാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്തൊന്നും ഇങ്ങനെ സിനിമ കാണാൻ പോയതായിട്ട് ഒരു ന്യൂസുമില്ല, നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല. ഇതിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ കുത്തി നിങ്ങളെ നാറ്റിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഇന്നൊരു ചർച്ച കണ്ടു. അരുൺകുമാറും സുജയും കൂടി 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത് എപ്പോഴാണ്? വലിയ സൂപ്പർ ഹിറ്റായി, കോടികൾ വാരി, 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം, 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാം എന്ന് വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ്, ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഞാൻ വിത്ത് ക്ലിയർ സോഴ്സിൽ നിന്നാണ് പറയുന്നത്. വേണമെങ്കിൽ പൃഥ്വിരാജിന് ഖണ്ഡിക്കാം. പൃഥ്വിരാജ് തന്നെ ഇക്കാര്യത്തിൽ വെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ല ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് താങ്കൾക്ക് കിട്ടിയ സോഴ്സാണെന്ന് പറഞ്ഞാൽ സോഴ്സ് പറയണം. എന്റെ സോഴ്സാണ്, എന്റെ സോഴ്സാണ്. പൃഥ്വിരാജ് ആകണം എന്റെ സോഴ്സ് എന്ന്. എന്താണ് വാർത്തയിൽ പോലും നിർമ്മാതാക്കളുടെ സമ്മർദ്ദം കൊടുത്ത വാർത്തയുടെ സോഴ്സിനേക്കാൾ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ താങ്കൾ ഈ വിഷയത്തിൽ? അതിൽ സുജയ പറയുന്നത് കണ്ടു, പൃഥ്വിരാജ് കൈകുപ്പി തൊഴുതു, ഞാൻ എൻ്റെ സിനിമയുടെ പാർട്ട് കട്ട് ചെയ്ത് കളെ. എന്തൊക്കെയാണ് സത്യത്തിൽ സുജയ പറയുന്നത്? ഇവിടെ പൃഥ്വിരാജ് എന്ന മനുഷ്യൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് ആ സിനിമയ്ക്കുണ്ടായ റേഞ്ച് നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങൾ എതിർക്കും തോറും മറ്റുള്ള ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച്, ഇപ്പം എന്നോട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാം എന്താണ് എമ്പുരാൻ സിനിമയിലുള്ളത്, എന്താണ് RSSൻ്റെ പ്രശ്നം, എന്താണ് അതിലുള്ളതെന്ന് 100 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എമ്പുരാൻ്റെ റേഞ്ച് മാറി. നിങ്ങൾ കട്ട് ചെയ്യാൻ പറയുന്നു, പക്ഷെ സിനിമയുടെ റേഞ്ച് കൂടിപ്പോകുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. സിനിമ നിങ്ങൾ സിനിമയായി കാണും. സിനിമയിലുള്ളത് അതൊരു ഡോക്യുമെൻ്ററി അല്ല, അതൊരു സിനിമയാണ്. ഡോക്യുമെൻ്ററി ആണെങ്കിൽ നിങ്ങൾക്കതിൽ ഫൈറ്റ് ചെയ്യാം, അത് കട്ട് ചെയ്യണമെന്ന് പറയാം. ഇതൊരു സിനിമയാണ്, സെൻസർ ചെയ്തു വന്ന സിനിമ.